വിവാദങ്ങൾക്ക് ഒരറ്റമില്ലാതെ ജസ്ന സലീം. പുതിയ വിവാദത്തിനുള്ള കാരണം ജസ്ന സലീം എന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് എനിക്കൊരു ചോദ്യം നിങ്ങളോട്. നിങ്ങൾ ഈ വലത് കൈ ചോറ് തിന്നാനും ഇടത് കൈ ഷിറ്റിട്ടാൽ കഴുകാനും മാത്രമാണോ നിങ്ങൾ ഉപയോഗിക്കാറ്? ഇല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഇനി തൊട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താണെന്നല്ലേ, പുതിയ വർഗീയതയായിട്ട് നമ്മുടെ വിവരക്കേടിൻ്റെ ആസ്ഥാന നായിക ലസിത പാലക്കൽ ഇറങ്ങിയിട്ടുണ്ട്. വർഗീയത എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇച്ചാതി വർഗീയത എന്നറിയോ? പുതിയ എന്താണെന്നറിയോ? ഞാൻ ഇടത് കൈയിൽ മൈലാഞ്ചി കൊണ്ട് ഒരു കണ്ണനെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇടത് കൈ ഷിറ്റിട്ടാൽ കഴുകാൻ മാത്രമാണല്ലോ ഉപയോഗിക്കുന്നത്. അത് ബൈജുവിൻ്റെ വീട്ടുകാരങ്ങനെ മാത്രമാണ് ഉപയോഗിക്കലെന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുതില്ല സീത. ഞങ്ങളൊക്കെ ഇടത് കൈയും വലത് കൈയും ഒരേപോലെ കൊണ്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. കാരണം ഒരു ചെറു വിരൽ നമുക്ക് പോയാലേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഏതായാലും ബൈജു ഇടത് കൈ കൊണ്ട് ഷിറ്റിട്ടാൽ കഴുകാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്ന് കേട്ടപ്പം വളരെയധികം സന്തോഷം. ഒരു സംശയം ലസിത, ബൈജു ഗുഡ്സ് പോലല്ലേ? പക്ഷെ ഗുഡ്സിന് ഗിയർ മാറ്റണേ ഈ ഇടത് കൈ തന്നെ വേണമല്ലോ. പിന്നെ എങ്ങനെ ഇവൻ വണ്ടി ഓടിക്കുന്നത്? എന്തോ ആയിടട്ടെ. ഏതായാലും വർഗീയതക്കുള്ള കാര്യം കിട്ടിയല്ലോ. ജസ്ന സലീം ഇടത് കൈയിൽ കണ്ണനെ വരച്ചു, അപമാനിച്ചു. ഏതായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ രണ്ട് കൈയും എനിക്കൊരുപോലെ പ്രിയപ്പെട്ടതാണ്. ലസിതയ്ക്ക് ഏതായാലും ഈ വലത് കൈ മാത്രം മതി എന്നുള്ള ഒരഭിപ്രായമാണ്. എത്രയും പെട്ടെന്ന് ദൈവം ആ പ്രാർത്ഥന കേട്ടിട്ട് അവൾക്ക് വലത് കൈ മാത്രമാക്കി കൊടുക്കാൻ ഞാനും വിനീതമായി പ്രാർത്ഥിക്കുന്നു. കേട്ടോ ലസിതേ?